കേരള കൗമുദിയിൽ വന്ന ഒരു വാർത്തയാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. മുഖത്ത് പതിഞ്ഞത് 3 വിരലുകളാണ്. എന്നിട്ട് ഈ കുഞ്ഞിനെ മറിച്ച അംഗനവാടി അധ്യാപികക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അധ്യാപികയുടെ പേര് പുഷ്പകല എന്നാണ്. നരുവാമൂട് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിഞ്ചു കുഞ്ഞിനെ വളരെ ക്രൂരമായിട്ട് തല്ലിയ ഒരു ആയയുടെ വാർത്തയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എന്ത് മാനസികാവസ്ഥയുള്ള ഒരു സ്ത്രീ ആയിരിക്കും ഇത്രയും ഒരു കുഞ്ഞ് കൊച്ചിനെ തല്ലണം? അതും ഇതുപോലെ മുഖത്ത് കർണപടം പൊട്ടുന്ന രീതിയിൽ തല്ലണമെങ്കിൽ ഇവളൊന്നും നോർമൽ ഒരു സ്ത്രീയല്ല. എന്തെങ്കിലും മാനസിക അസ്വസ്ഥയുള്ള ഒരു പച്ചയ്ക്ക് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച ഒരു മൃഗമായിട്ടുള്ളൊരു സ്ത്രീയായിരിക്കും. സ്വന്തം വീട്ടിൽ ഇതുപോലെ പിള്ളേരുണ്ടാവില്ലേ? അല്ലെങ്കിൽ വീടിൻ്റെ അടുത്താണെങ്കിലും ഉണ്ടാവില്ലേ? ഇതിൽ മനസാക്ഷിയുള്ള ആരെങ്കിലും പോട്ടെ, പിള്ളേരുള്ളത് പോട്ടെ, മനസാക്ഷിയുള്ള ആരെങ്കിലും കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ അംഗനവാടിയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ അയക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെതിരെ എന്ത് മെഷറാണ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? ഇനിയും വീണ്ടും കുട്ടികൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ അടി കൊള്ളുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തതിന് ശേഷവും വീണ്ടും നമ്മൾ അയ്യോ അത് പറ്റിപ്പോ, അത് പാടില്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജൽപ്പനം മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. കൃത്യമായ നടപടികൾ ഉണ്ടാവണം, കൃത്യമായ ശിക്ഷകൾ ഉണ്ടാവണം.